ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ല വിചാരിക്കുന്നേ. ഞാൻ ഷാർജ എയർപോർട്ടിൽ പോവാണ്. ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അസർബൈജാൻ ഇവിടെ നിന്നൊരു 3 hours ഫ്ലൈറ്റിൽ യാത്രയുണ്ട്. 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അതിനുവേണ്ടി ഷാർജ എയർപോർട്ടിലേക്ക് പോവാണ്. നല്ല എന്താ പറയുക, നല്ലൊരു അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ടിങ്ങനെ ആഗ്രഹിക്കുന്നു. ഞങ്ങളങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ കുഞ്ഞുങ്ങളുണ്ടായിട്ടോ അതിന് മുന്നേ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. ഫസ്റ്റ് എക്സ്പീരിയൻസ് അത് നല്ല ബെസ്റ്റായിരുന്നു. തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എല്ലാം എടുത്ത് വെച്ചു, എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇടുന്നത്. അവിടെ വെച്ചിട്ട് ടൈമൊന്നും കിട്ടിയില്ല. കറങ്ങി എല്ലാം കഴിഞ്ഞ് രാത്രി റൂമിലെത്തുമ്പോഴത്തേന് ടയേർഡാവും. അപ്പോൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളതിനെ രാവിലെ എയർപോർട്ടിൽ അച്ചാച്ചൻ കൊണ്ടുവിട്ടായിരുന്നു. 5 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് മേളിൽ കയറി. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും വിശന്നു. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് പിള്ളേർക്ക് വാങ്ങി കൊടുത്തിട്ട് ഫ്ലൈറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഫ്ലൈറ്റിൽ നമ്മുടെ ടിക്കറ്റിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ അവർ സ്നാക്സ് ഒന്നും തരത്തില്ല. എന്ത് വേണമെങ്കിലും വെള്ളം വേണമെങ്കിലും നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഫ്ലൈറ്റ് എടുക്കണമെങ്കിൽ 7:55, 5 മണിക്ക് ചെക്കിങ് കഴിഞ്ഞെല്ലാം മേളിൽ കയറി. 7:55 ഫ്ലൈറ്റ് ആക്ച്വലി. അപ്പോൾ രാവിലെ അപ്പോൾ അത്രയും സമയം പിള്ളേർ വിശന്നിരിക്കണമല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് കയറി. അപ്പോൾ കുഞ്ഞിന് നൂഡിൽസ് മതി പറഞ്ഞു. അത് നമുക്ക് തന്നെ മേക്ക് ചെയ്യാൻ പറ്റുന്ന നൂഡിൽസ്. അവന് ഞങ്ങളൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. മോളൊരു ഷവർമ്മ. പക്ഷെ അത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ചായയും വാങ്ങിച്ചു. കഴിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നല്ല തണുപ്പാണ്. അവിടെ അസർബൈജാനിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് എത്തി. ഇതിലാണെങ്കിൽ കുറേ അപ്പച്ചന്മാർ ഈ അപ്പച്ചന്മാരൊക്കെയാണ് കുറേ. അപ്പോൾ ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ കുറേ ഒരു 10-12 അപ്പച്ചന്മാർ ഈ ഒരു സെയിം ഏജിൽ. ഇവരെല്ലാം ഒരു ഗ്യാങ്. ഇവർ ഹൈദരാബാദിൽ നിന്ന് എത്തിയതാണ്. അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ. അവർക്ക് ഇവിടെ വന്ന് ഷാർജ വന്നിറങ്ങി പിന്നെ ഫ്ലൈറ്റ് അസർബൈജാനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ അവരുടെ കുറേ ആയിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇവരിങ്ങനെ അവിടെ ഇരുന്ന് സംസാരിച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഏട്ടൻ പോയി ചോദിച്ച് നിങ്ങളെവിടെ പോകാമെന്നൊക്കെ ചോദിച്ചു. അതിനും പറഞ്ഞ് ഞങ്ങൾ കുറേ പേരുണ്ട്, ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നൊരു 70-ക്കകത്ത് വരുന്ന ഒരു 65 to 70 വരെ വരുന്ന ആ ഒരു ഏജ് വരുന്ന അപ്പച്ചന്മാർ. അവരുടെ ലൈഫെല്ലാം ഒന്ന് സെറ്റിലായതിന് ശേഷം അവർ കറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എത്ര ദിവസത്തിനാണ് പോകുന്നത്? ഞങ്ങൾ പറഞ്ഞ ഒരു 4 days 5 days മാക്സിമം. അയ്യോ 5 days എന്ത് കാണാനാണ്, ഞങ്ങൾ ഒരാഴ്ചയുണ്ട് 2 ആഴ്ചയുണ്ട് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ ലൈഫൊന്നും എൻജോയ്. കാരണം അവരെല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തു. അവരുടെ അവരുടെ മക്കളെ പഠിപ്പിച്ചു, എല്ലാം കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടു. പിന്നെ അവർക്ക് കിട്ടിയൊരു സമയമാണ് കുറേ ആ ഒരു ഫ്രണ്ട്സാണെന്നാണ് പറഞ്ഞത് അവർ ഹൈദരാബാദിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിരുന്നു. ഫുഡൊക്കെ അതിനകത്തും കയറി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു സ്നാക്സ് കഴിച്ചപ്പോൾ ഇതിൽ മസാല ടീ വാങ്ങി. പിന്നെന്താ അവർക്ക് അന്നേരം പാസ്ത വേണം, പാസ്തയൊക്കെ വാങ്ങി. ഇപ്പോൾ ചെറിയ ആൾ അപ്പോഴത്തേനും ഉറങ്ങിയായിരുന്നു കേട്ടോ. അവൾ കാരണം വെളുപ്പിന് ഉണർന്നതല്ലേ, 4 മണിയായപ്പോൾ ഉണർന്നതാണ്. ഫ്ലൈറ്റിൽ കയറിയപ്പോഴേ ആൾ ഉറങ്ങി. അപ്പോൾ അവൾ കഴിച്ചില്ല. അപ്പോൾ അതിനുവേണ്ടി തിരിച്ചു വന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പാസ്ത, ചിക്കൻ പാസ്ത കിട്ടി, ക്രീമി. അപ്പം ഞാനത് വാങ്ങിച്ചു. മോള് ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് വാങ്ങി. ഏട്ടനും സെയിം മോള് വാങ്ങിയത് തന്നെ വാങ്ങി. അങ്ങനെ വാങ്ങി കഴിച്ച് ഞങ്ങൾ പിന്നെ ഫ്ലൈറ്റ് അപ്പോഴത്തേനും എടുത്തു. ഫ്ലൈറ്റ് പൊങ്ങിയതിന് ശേഷമുള്ള വ്യൂ ആണ് കേട്ടോ അത്. ഇത് അസർബൈജാനാണ് കേട്ടോ. എനിക്ക് വീഡിയോ നേരത്തെ എടുത്തതുകൊണ്ടേ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. അസർബൈജാൻ ലാൻഡ് ആകാൻ പോകുന്നതിൻ്റെ കേട്ടോ ഇത്. ഓക്കെ, ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നതിൻ്റെയാണ് അസർബൈജാൻ എയർപോർട്ടിൽ. അസർബൈജാൻ അല്ല, ബാക്കു എന്നാണ് അവിടുത്തെ എയർപോർട്ട്. അവിടുത്തെ മെയിൻ സിറ്റിയാണ് ബാക്കു എയർപോർട്ടാണിത്. ഞങ്ങൾ ഇറങ്ങി ഇനി എമിഗ്രേഷൻ അവിടോട്ട് പോവാം. ബാക്കു എയർപോർട്ടാണിത്. കുറേ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. കൂടുതലും പക്ഷേ നോർത്ത് ഇന്ത്യൻസ്. ഞങ്ങൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ലഗേജ് കിട്ടാൻ ഒത്തിരി ലേറ്റായി. എന്നിട്ട് അവിടെ കറണ്ട് പോയതാണോ എന്താണെന്നറിയില്ല. കുറേ സമയം ഇടയ്ക്ക് ഇത് വർക്കാകാതിരിക്കും.
പിന്നെയും വർക്കാകും, പിന്നെയും കുറേ സമയം സ്റ്റക്കായിരിക്കും. അങ്ങനെ ലഗേജ് കിട്ടാൻ അവിടെ കുറച്ച് ലേറ്റായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേനും അവിടെ പോകുന്ന മുന്നേ തന്നെ നമ്മുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതവിടുത്തെ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോയ മാളിലൊക്കെ ഈ ഒരു സാധനം അവർ വെച്ചിട്ടുണ്ട്, ഈ ഒരു മോഡൽ. ഇനി അവരുടെ ഫ്യൂച്ചർ പ്രൊജക്റ്റ് ആണോ അതോ അവരുടെ മെയിൻ എന്തെങ്കിലും ആണോ ഒരു ഷിപ്പിൻ്റെ ഒരു പിന്നെ മോഡൽ പോലെ ആണത്. എന്താണ് എനിക്ക് മനസ്സിലായില്ല. അവരോട് ഞാൻ ഇനി ചോദിക്കാനൊന്നും പോയില്ല ഇതെന്താണ്. പക്ഷെ പോയപ്പോൾ ഇത് എയർപോർട്ടിൽ കണ്ടു. അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു പിന്നെ മാളിൽ കയറിയപ്പോൾ അവിടെയും കണ്ടു. അങ്ങനെ അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം കിട്ടി ഞങ്ങൾ ഇറങ്ങി. എയർപോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി ഇനി വണ്ടിയിലേക്ക് പോവാണ്. അവിടുത്തെ നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ 4 days ആയിരുന്നു. 5ാമത്തെ ദിവസം ഈവനിങ് ആയിരുന്നു റിട്ടേൺ ഫ്ലൈറ്റ്. അപ്പോൾ അവർ തന്നെ നമ്മുടെ ഇവിടുത്തെ ട്രാവൽസ്, നമ്മുടെ നാട്ടിലെ ഒരു നെയ്ബർ തന്നെയാണ് ഈ ഇവിടുത്തെ ട്രാവൽസ് ഇട്ടേക്കുന്നത്. ആ ചേട്ടൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ പോയത്. അതാണ് നമ്മുടെ ഡ്രൈവർ. ഇതായിരുന്നു നമ്മൾ പോയ വണ്ടി, വലിയ വണ്ടി. ഇതാ ഡ്രൈവർ. അവിടുത്തെ ആളാണ്, അസർബൈജാൻ്റെ ആളാണ്. ഒരു തട്ടിമുറിയൊക്കെ ഇംഗ്ലീഷൊക്കെ ആൾ പറയും. പക്ഷേ നമ്മളിങ്ങനെ ഫാസ്റ്റിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ തട്ടിമുട്ടിയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഇംഗ്ലീഷൊക്കെ അയാൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി ഇങ്ങനെ ഹോട്ടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹോട്ടൽ ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു യാത്ര. അപ്പോൾ ആ ഹോട്ടലിൽ ഞങ്ങൾ പോയപ്പോഴത്തേനൊക്കെ സെറ്റായിരുന്നു. പാർക്ക് സൈഡായിരുന്നു. അങ്ങനെയാണ് ആ ഹോട്ടലിൻ്റെ പേര്, പാർക്ക് സൈഡ്. ഇങ്ങനെ നമ്മൾ ആ സൈഡൊക്കെ എന്താ പറയുക, നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇത്. അപ്പോൾ ആ ഒരു ജേണി തന്നെ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പോകുന്ന വഴികളും അവിടെയൊക്കെ കാണുമ്പോൾ ദുബായ് പോലെയാണ്. ഇത് അവിടുത്തെ മെയിൻ ബാക്കു ബിൽഡിങ്. എന്താണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങാണ് അവരുടെ ഒരു സിമ്പിൾ പോലെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ പോയായിരുന്നു. വീഡിയോ ചിലത് ക്ലിയർ അല്ലാണ്ട് വരുന്നുണ്ട്. ആ പോകുന്ന വഴിയൊക്കെ ആയി കാണുന്നത് കേട്ടോ. അതെല്ലാം മരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ കുഞ്ഞിലേ ഒന്നും നമ്മൾ വിചാരിക്കില്ലല്ലോ വലുതാകുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യമൊക്കെ ദൈവം നമുക്ക് തരുമെന്ന്. ഇങ്ങനെ ഈ ഒരു പോസ്റ്ററൊക്കെ കാണുമല്ലോ, ഇങ്ങനെ ഇലയില്ലാത്ത മരങ്ങളില്ലേ, ഇങ്ങനെ ലണ്ടനിലും UK നിൽക്കുന്ന പോലെ ഇങ്ങനെ ഈ ഇല ഇല്ലാത്ത മരം. എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും നമുക്ക് നേരിട്ട് പോയി കാണാനുള്ള ഭാഗ്യം ദൈവം തന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ എൻ്റെ ഫ്രണ്ടിൽ സ്പേസ് കിട്ടാനിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഫ്രണ്ടിലോട്ട് നടന്നു പോകണം. ആ നടന്നു പോകുന്ന വഴികളതൊക്കെ. ഇവിടെ ഉണ്ടല്ലോ സൈഡിനൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്ഷൻ തോന്നിയ ഫ്രഷ് ഫ്ലവേഴ്സ്. നമ്മുടെ ഇവിടെയൊക്കെ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ അല്ലേ കൂടുതൽ കാണാം. ഇവിടെ എന്ന് വെച്ചാൽ ഇവരെന്തിനാണ് വാങ്ങിയിട്ട് പോകുന്നത് എനിക്കറിയത്തില്ല. എല്ലാ ആൾക്കാരും രാവിലെ പോകുമ്പോഴും കുറേ പൂക്കൾ വാങ്ങിയിട്ട് പോയി. മിക്ക ആൾക്കാരുടെ കയ്യിലുണ്ടാവും. ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാരുടെയിലും ഉണ്ടാവും, പ്രായം കൂടിയ ആൾക്കാരുടെയിലും ഉണ്ടാവും. ബൊക്ക പോലെയും ഒരു 1-2 ഫ്ലവേഴ്സായിട്ടോ ഒക്കെ അങ്ങനെ കൊണ്ടുപോയി ഇവർ എന്തിനാണോന്നൊന്നും എനിക്കറിയില്ല. ഇനി വിഷ് ചെയ്ത് ഇനി ഗുഡ് മോർണിംഗ് പറയുന്നത് ഫ്ലവർ കൊടുത്ത് വിഷ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പറയുന്നത് ഫ്ലവർ കൊടുത്ത് വിഷ് ചെയ്തിട്ടാണോ കണ്ടേ. ഇതാണ് ഈ ഒരു, പക്ഷേ എല്ലാവരും ഈ ഒരു പൂണ്ടല്ലോ കാണിക്കുന്ന പോലെ എന്താണല്ലോ കൂടുതൽ ആൾക്കാർ അതാണ് വാങ്ങുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഇതൊരു ബസ് സ്റ്റോപ്പ്. അങ്ങോട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ വീഡിയോയിലുണ്ട്. ഇതായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മളവിടെ എത്തി. പിന്നെ ഡ്രൈവർ ഇതെല്ലാം പിന്നെ ഇവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു കേട്ടോ. അതിൽ ഇവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ റൂം അവർ ക്ലീൻ ചെയ്യുവാണെന്ന് പറഞ്ഞു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ റൂമൊക്കെ കിട്ടി. 3rd ഫ്ലോറിലായിരുന്നു, 315. റൂമിൽ കയറി. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു വാഷ്റൂമുണ്ട്. ചെറിയൊരു വാഷ്റൂമായിരുന്നു, ഒത്തിരി വിഗൊന്നുമല്ല, നല്ലൊരു വാഷ്റൂം. പിന്നെ എന്താ പറയുക, നല്ല വെട്ടവും നല്ല ലൈറ്റും ഒക്കെ. പക്ഷേ പോയ അന്ന് ആ ഒരു ഫസ്റ്റ് ഡേയിൽ സൂര്യനെ കണ്ടുള്ളൂ. പിന്നെ തിരിച്ച് വരുന്ന സാറ്റർഡേയിലായിരുന്നു തിരിച്ചു വന്നത്, 22nd. അന്നും കണ്ടു സൂര്യനെ. ബാക്കി 3 ദിവസവും ഫുള്ള് ഈ മഴ, നമ്മുടെ നാട്ടിലൊക്കെ മഴ വന്നിങ്ങനെ ഇരുട്ടായി കിടക്കത്തില്ലേ, അതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. പിന്നെ കാറ്റും, അയ്യോ തണുപ്പ് പിന്നെ പറയണ്ട. റൂമിൽ AC ഒന്നും ആവശ്യമില്ല. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ, എനിക്ക് ഈ ഇലയില്ലാത്ത മരം എനിക്ക് വ്യൂ കിട്ടി. അത് ഭയങ്കര സന്തോഷമായി. നല്ല രസമാണ്. രാവിലെയൊക്കെ എണീറ്റ് നോക്കുമ്പോൾ ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ഈ വിൻഡോയിലൊക്കെ ചെളി ഉണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ. അതൊക്കെ ഒരു ബിൽഡിങ്ങുകളാണ് പണ്ട് കാലത്തുണ്ടായിരുന്നത്. അതായത് ഈ അസർബൈജാൻ എന്ന് പറയുന്ന റഷ്യയുടെ അണ്ടറിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
പിന്നെ അവർ ഇട്ടേച്ച് പോയെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ താഴെയുള്ള കടകൾ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ്. ഇങ്ങനെ എന്തൊക്കെയോ അവരുടേതായിട്ടുള്ള പണ്ടുണ്ടായിരുന്ന ഓരോ കലാരൂപങ്ങൾ, അവരുടേതായ എന്താ പറയുക, അവർ യൂസ് ചെയ്ത സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ കണ്ട് അവരുടെ ആ ഒരു മെയിൻ കലാരൂപമാണ് കണ്ട ആ സാധനം, ഒരു പാവക്കുട്ടി പോലെ. എന്തൊക്കെയോ പൂക്കളാണോ കുഞ്ഞി കുഞ്ഞി എനിക്കറിയില്ല എന്ത് ഭംഗിയാണെന്നറിയാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഭംഗി, ഏത് വാങ്ങണം എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക് അവരെന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്, ചെറിയ ബൗളിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താ അറിയില്ല. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇതെല്ലാം കൂടെ കാണാൻ. നല്ല രസമായിരുന്നു. പക്ഷേ ഫ്ലവേഴ്സൊക്കെ നമുക്ക് മേടിച്ചാലും വൈകിട്ടാകുമ്പോൾ അവിടെ നിന്ന് കേടാകത്തില്ല, എയർപോർട്ടിൽ വരുമ്പോൾ കളയേണ്ടി വരും. അതാണ് ഫ്ലവേഴ്സൊന്നും മേടിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. അവിടുത്തെ ഒരു കുഞ്ഞു ഷോപ്പാണ്. നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിച്ച് എന്താണെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ടിടാം. അതിൻ്റെ സൈഡിലുള്ളൊരു ഇതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ, പറഞ്ഞു തരാൻ അറിയില്ല. ഈ സമയത്ത് നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. ഇത് നമ്മൾ പോയതിൻ്റെ അന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പുറത്തിറങ്ങിയതാണ്. എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ എന്ത് കിട്ടുമോയെന്നൊന്നും അറിയില്ല. കഴിച്ച കാര്യമൊക്കെ നല്ല രസമാക്കിയൊക്കെ ഞങ്ങളിങ്ങനെ നടന്നു അങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട്. അന്ന് കണ്ടപ്പോൾ അന്ന് ഇച്ചിരി വെയിലുണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് വെയിലൊന്നും ഇല്ല. ഭയങ്കര തണുപ്പ്, ഭയങ്കര കാറ്റ്. അങ്ങനെ നടന്നു. ഇപ്പോൾ അതൊരു കോളേജാണെന്ന് തോന്നുന്നു, എന്തോ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നത് കേട്ടോ. കാരണം കുറേ പിള്ളേർ, പഠിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടേ. തപ്പി തപ്പി നടന്നിപ്പോൾ ഒരാൾക്ക് നടക്കാൻ വയ്യ, ചെറുതിനെ എടുക്കണം. അപ്പോൾ പറഞ്ഞു അന്നേരം ഒരു KFC അവിടെ ഷോപ്പ് കണ്ടു. അപ്പം കയറി എങ്ങനെ കുറേ സമയം എടുത്ത് ഓർഡർ ചെയ്തിട്ടൊക്കെ നിൽക്കാൻ. നമ്മൾ വിചാരിച്ചു നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന KFC പോലെ ആയിരിക്കുമെന്ന്. പക്ഷേ എന്താ പറയുക, മൊത്തത്തിൽ ഒരു വ്യത്യാസമുള്ളൊരു KFC. ഇതാണ് KFC, കണ്ടില്ലേ. ഒരു എന്താ പറയുക, സ്പൈസിയോ ഒന്നുമല്ല. കഴിക്കുമ്പോൾ ചെറിയൊരു എരിവ് തോന്നുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെ സ്പൈസി ഫ്രഞ്ച് ഫ്രൈസോ ഒന്നും അല്ലായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മൊത്തം കഴിച്ചില്ല ഞങ്ങൾ. എന്താ ഒരു ടൈമിങ്ങിൻ്റെ ക്ഷീണത്തിൻ്റെയൊക്കെയാണ് മൊത്തം കഴിച്ചില്ല. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. നൈറ്റ് ആകാറായി. ആ ഒരു വ്യൂ ആണിത്. കണ്ടില്ല, ആ ഇലയില്ലാത്ത മരമാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. വലിയ ഇവിടെ ദുബായിലൊക്കെ ആണെങ്കിൽ ഭയങ്കര, നമ്മൾ റോഡിലൊക്കെ ഇറങ്ങി അങ്ങ് ആൾക്കാരാണ്, തട്ടിയും മുട്ടിയും എല്ലാ ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ഞാൻ അവിടെ ഇതുവഴി ഓരോരുത്തരിങ്ങനെ മൂടി പൊതിച്ച് ജാക്കറ്റൊക്കെ ഇട്ട് ഫുള്ള് കവർ ചെയ്ത് പോകും. പിന്നെ ഇവിടെ കണ്ട മെയിൻ എന്ന് പറഞ്ഞാൽ അധികം ആരും ഫോണിൽ സംസാരിച്ച് പോകുന്നില്ല. നമ്മുടെ ദുബായിലൊക്കെ ആണെങ്കിൽ പോകുന്നവരും വരുന്നവരും നടക്കുന്നത് പോലും മൊബൈൽ നോക്കിയാണ്. ഞങ്ങളങ്ങനെ തപ്പി തപ്പി രാത്രി ഞാനും ഏട്ടനും കൂടെ ഇറങ്ങി. അപ്പോൾ അവിടെ ചോദിച്ചു പറഞ്ഞു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, മഹാറാണി. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കേട്ടോ. കാരണം എന്തെങ്കിലും ഒന്നും കഴിക്കണമല്ലോ, വിശക്കുന്നത് ഭയങ്കര വിശപ്പും. എന്താ കഴിക്കണത്, KFC നല്ലോണം കഴിച്ചില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ബിരിയാണി വാങ്ങിച്ചു. പിന്നെ റൊട്ടിയും ചിക്കൻ കറിയും വാങ്ങി. പക്ഷേ ബിരിയാണി നല്ല സ്പൈസിയാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടു, ഈ റൊട്ടിയും ചിക്കൻ കറിയും എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ പിന്നെ അത് പുറത്ത് പോയി അവിടെ പോയി കഴിക്കാൻ ഇവർക്ക് ഇറങ്ങാൻ മടിയായി. അങ്ങനെ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ ഫസ്റ്റ് ഡേ അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നാളെ കാണാം.